പട്ടിണി, ദാരിദ്ര്യം, തൊഴിലില്ലായ്മ, നിരക്ഷരത, വിഘടനവാദം, വർഗീയവാദം ഈ രാജ്യത്ത് ഇങ്ങനെ ആക്കിയില്ലേ നിങ്ങള്? ഞാൻ ഈ സംസാരിക്കുന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അവസാനത്തെ സംസ്ഥാനം നഷ്ടപ്പെട്ടുകൊണ്ടാന്ന് വിചാരിച്ചിട്ടാണ്. മുന്നറിയിപ്പ് നൽകുന്നതാണ് നിങ്ങൾക്ക്. അത് ജനങ്ങളെ തീരുമാനിക്കണ്ടേ? അത് ജനങ്ങളെ തീരുമാനിക്കും. 1,80,00,000 ബില്ല് കൊടുത്തത് പാസ്സാക്കാത്തതിന്റെ പേരിൽ കരാറുകാരൻ പണി ഇപ്പൊ താൽക്കാലികമായി നിർത്തിയിട്ടുള്ളത്. കൂത്തുപറമ്പിലെ ഓട്ടോക്കാരോട് ചോദിച്ചാൽ ഒറ്റൊരാളും കുട്ടിക്കുന്നാമ്പലട് റോഡിലേക്ക് പോകുന്നില്ല. പെട്ടെന്ന് തന്നെ തലേന്ന് പണിത് ബില്ല് കൊടുത്തിട്ടുണ്ടോ? ജനുവരി 8 സ്വാഭാവികമായിട്ടുണ്ടാവും. ഒരു പൊതുപ്രവർത്തനത്തിൽ ഞാൻ അന്വേഷിച്ചാണ് ജനുവരി 8 കൊടുത്ത ബില്ല്. അതിനെന്തെങ്കിലും സാങ്കേതിക പ്രശ്നം ഉണ്ടാവാം. നിങ്ങൾ അന്വേഷിക്കുക. നിങ്ങളൊരു പത്രപ്രവർത്തകൻ എന്ന നിലയിൽ നിങ്ങൾ പറയുന്ന കാര്യങ്ങള് വസ്തുതാ വിരുദ്ധമാണ്. നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ അറിയില്ല എന്ന് പറ. അതാണ് വ്യത്യസ്ത അറിയില്ലെങ്കിൽ എനിക്കിത് അറിയില്ല എന്ന് പറയില്ല. യൂത്ത് കോൺഗ്രസും മൂത്ത കോൺഗ്രസും വലിയ രീതിയിൽ ആപ്പ് ഉപയോഗിച്ചിട്ട് ഫണ്ട് പിരിച്ചു. ആ ഫണ്ടിന്റെ കണക്കില്ല, എവിടുന്ന പിരിച്ചെന്നില്ല. ഇവരെയാണോ ഭാവിയിൽ കേരള ഭരണം ഏൽപ്പിക്കേണ്ടത്? ഉത്തരം മുട്ടുമ്പോൾ കൊഞ്ഞനം കാട്ടുക എന്ന സമീപനം ഒരിക്കൽ ശരിയുള്ളതല്ല. ഞാൻ നിങ്ങൾ പറയുമ്പോൾ സംസാരിക്കില്ല. ഏത് ജനതയാണ് വിദ്യാർത്ഥികളായ ഞങ്ങൾ അനുഭവിക്കുന്നില്ല, ഇവിടുത്തെ സാധാരണക്കാർ അനുഭവിക്കുന്നില്ല. പിന്നെ ഏത് ജനതയാണ്? കേന്ദ്രം ഇവിടെ ഫണ്ട് പിരിക്കുന്നത് എവിടുന്ന? കേന്ദ്രത്തിന്റെ BJP-ക്കാരുടെ തറവാട്ടെന്നാണോ? ജനങ്ങളുടെ ഫണ്ടാണ്. തീപ്പാറും പോരാട്ടത്തിനാണ് കൂത്തുപറമ്പ് സാക്ഷ്യം വഹിക്കാൻ പോകുന്നത്. കണ്ണൂർ വിഷൻ പടയൊരുക്കം കൂത്തുപറമ്പ് ടൗൺ സ്ക്വയറിൽ നിന്നാണ് ഇന്ന് പ്രേക്ഷകരിലേക്ക് എത്തുന്നത്. പുതിയ നിർമ്മാണം പോട്ടെ, ആ പൊളിഞ്ഞ സാധനങ്ങളൊന്നും മാറ്റിവെക്കാൻ പോലും തന്റെ വീട്ടിന്റെ മുറ്റത്തുള്ള ഒരു പാലത്തിന് സാധിക്കാത്തവർ, ആട്ടുന്ന ചക്കിന്റെ അടുത്ത് പോയി പുണ്ണാക്ക് കൊടുക്കാത്തവർ വീട്ടിൽ നിന്ന് വന്നാൽ അപ്പം തരുമെന്ന് പറയുന്നത് പോലെ വളരെ സങ്കടകരമായിട്ടുള്ള കാര്യം. ഇവിടെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഹൃദയം തുറന്നു വെച്ചിട്ട് അത് ചെമ്പരത്തിപ്പൂവാണെന്ന് പറയുന്ന നിലയിലേക്ക് വഞ്ചനാപരമായ കാപട്യപരമായ നുണ, അതാണല്ലോ നുണയാണല്ലോ UDF. 24 മണിക്കൂർ കനകോലു തിയറിയാണ്, നുണയാണ്. കേരളത്തിലെ ചില ബുദ്ധി ഭ്രമിച്ച ആൾക്കാർക്ക് ഈ ഇക്കാര്യേ പറയാനുള്ളൂ. ഈ ഹൈവേകൾ കണ്ടിട്ട് ഇത് ഞങ്ങളതാണ്, പിന്നെ റെയിൽവേ കണ്ടിട്ട് ഇത് ഞങ്ങളുടേതാണ്, എയർപോർട്ട് കണ്ടിട്ട് ഞങ്ങളാണ്, 30 കിലോഗ്രാം അരി നൽകുന്നത് അന്ത്യോദയ അന്നയോജന പദ്ധതി കണ്ടിട്ട് ഇത് ഞങ്ങളാണ് അരി കൊടുക്കുന്നത്. വലിയ വെളിച്ചം, ആ വലിയ വെളിച്ചത്ത് 6 കൊല്ലമായി ആ സ്ഥാപനം അടച്ചിട്ടിരിക്കുകയാണ്. നിങ്ങൾക്ക് ചെന്ന് നോക്കിയാൽ അറിയാം. ആ അടച്ചിട്ട സ്ഥാപനത്തിന്റെ പൂട്ടൊന്നു മാറ്റാൻ ഈ MLAക്ക് സാധിച്ചിട്ടില്ല എന്ന് ഞങ്ങൾ പറഞ്ഞാൽ അത് നാളെ വരില്ല എന്ന് സ്വപ്നം കണ്ടുകൊണ്ട് പറയുന്നതല്ല, നഗ്നമായ യാഥാർത്ഥ്യത്തെ ജനങ്ങളോട് പറയുന്നതാണ്. കഴിയാത്ത വിധമുള്ള ജനദ്രോഹ നടപടികളുമായിട്ടാണ് ഈ ഗവൺമെന്റ് മുന്നോട്ട് പോയിട്ടുള്ളത്.